ഗെയിംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സസ് 5, 6, 7 വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 5, 6, 7 ബോയ്സിന് ചാക്കിൽ ചാട്ടമായിരുന്നു ആദ്യത്തെ ഗെയിം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വരുന്ന വഴിക്ക് ഒരാൾ വീണെങ്കിലും ബാക്കിയുള്ളവർ ചാടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇത് KCYM ചേച്ചിമാരാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 5, 6, 7 ഗേൾസിന് വേണ്ടിയുള്ള കുപ്പി വെള്ളം നിറയ്ക്കൽ മത്സരമായിരുന്നു. അപ്പോൾ അതിൽ ആ സെക്കൻഡ് നിൽക്കുന്ന ആൾക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്കുള്ള മത്സരങ്ങളായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് കുപ്പി വെള്ളം നിറയ്ക്കലായിരുന്നു. ഗെയ്സ്, എനിക്ക് ഫസ്റ്റ് കിട്ടി ഗെയ്സ്. ഏകദേശം 15 പേരോളം മത്സരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പല റൗണ്ടായിട്ടായിരുന്നു നടത്തിയത്. അപ്പോൾ ഓരോ റൗണ്ടിലും ജയിച്ച ആൾക്കാർ തമ്മിലായിരുന്നു ഫൈനൽസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാ അങ്ങോട്ട് നോക്കൂ, ആ നടന്നു വരുന്നത് എബി സാറും അലൻ സാറും ആണ് കേട്ടോ. ഞങ്ങളുടെ ആക്റ്റീവ് സാറുമാരാണത്. പിന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരമായിരുന്നു. അപ്പോൾ ദീപ ടീച്ചർ എല്ലാ കുട്ടികളുടെയും കാലയിൽ ബലൂണൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ എബി സാറും ആൽബിൻ ചേട്ടനും കൂടെ അവർക്ക് കളിക്കാനുള്ള ആ ഒരു റൗണ്ട് വരയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. കുറേ പേരുടെ ബലൂൺസ് നിലത്ത് കൊണ്ടുപൊട്ടി, കുറേ പേരുടെ ചവിട്ടി പൊട്ടിച്ചു. ആകെപ്പാട് നല്ല രസമുണ്ടായിരുന്നു ഗെയിം. അതിനുശേഷം ഞങ്ങൾക്ക് സൂചിയിൽ നൂലുകോർക്കൽ മത്സരമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ആദ്യം എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ടീമും കൂടെ കളിക്കാനുണ്ടായിരുന്നു. അവരുടെയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് സെലക്റ്റായ ആൾക്കാർ തമ്മിലായിരുന്നു ഫൈനൽസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ എന്നാ ചെയ്തിട്ടത് കയറുന്നുണ്ടായിരുന്നില്ല സൂചിയിലേക്ക് നൂല്. പിന്നെ എങ്ങനെയൊക്കെയോ കയറ്റി ഞാൻ തേർഡ് എത്തിയിട്ടോ. നടന്നു പോരെ. പിന്നെ സീനിയേഴ്സിനുള്ള കസാരകൾ മത്സരമായിരുന്നു. കസാരകൾക്ക് പകരം ഞങ്ങൾ കുട്ടികളെ തന്നെ കൈപിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ലാസ്റ്റത്തെ 5 പേര് വരെ എത്തിയായിരുന്നു. പക്ഷെ അന്നേരത്തേന് ഔട്ടായിപ്പോയി. പിന്നെ ഉണ്ടായിരുന്നത് സൂപ്പർ സീനിയേഴ്സിനുള്ള തിരി തെളിയിക്കൽ മത്സരമായിരുന്നു. അതായത് ഒരൊറ്റ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് എത്ര തിരി കത്തിക്കുന്നു, അതായത് ഏറ്റവും കൂടുതൽ കത്തിക്കുന്ന ആളായിരിക്കും വിന്നർ. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയി, ഈ അടുത്ത് പാസ് ഔട്ട് ആയിട്ട് കേട്ടോ. ഒരു ഫോട്ടോ എടുത്തരൂ. സൂപ്പർ സീനിയേഴ്സിലെ ലെമൺസി ഫൈനൽ റൗണ്ടിൽ പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് വരുന്നതാണ്. ചേച്ചി വേഗം പോ. എഡ്വിൻ അനങ്ങുന്നില്ല. നിന്ന് കളിക്കുവാണോ? കണ്ടാ മതി ലാസ്റ്റ്. ഇത് ബോയ്സിനുള്ള വാലുപറിക്കൽ മത്സരമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അതിനകത്തുണ്ടായിരുന്നു. അവർ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കളിച്ചത്, എന്നാലും അവരെന്നെ ജയിച്ചു. പിന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ കസാരകൾ മത്സരമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഫസ്റ്റിനും സെക്കൻഡിനും വേണ്ടിയുള്ള മത്സരമായിരുന്നു.
അങ്ങനെ എങ്ങനെയൊക്കെ ഓടി 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 ഫസ്റ്റ് കിട്ടി കേട്ടോ. പിന്നെ KCMലെ ചേട്ടന്മാർക്ക് വെള്ളം കൂടി മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. പൂർത്തിയാക്കണേ. എട്ടായി. കണ്ണൊക്കെ ചുവന്ന് കണ്ട ഒന്ന് സമയമുണ്ടോ? 15 സെക്കൻഡ് കൂടി ഉണ്ട്. അഞ്ചാമത്തെ 5 സെക്കൻഡ് ഫേമസ് ആക്കിയോ. പിന്നെ അമ്മമാരുടെ 2 ടീമുകൾ തമ്മിലുള്ള വടംവലി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സീരിയസും ആയിട്ടുള്ള ചെറിയൊരു വടംവലി ഉണ്ടായിരുന്നു കേട്ടോ. മത്സരങ്ങളുടെ നിയമങ്ങൾ അറിയാം. ആദ്യത്തെ വിസിലിന് വടം എടുക്കുക, രണ്ടാമത്തേന് ടൈറ്റ് ആക്കുക, മൂന്നാമത്തെ വിസിലിനായിരിക്കണം വലിക്കുന്നത്. All the best. വലിക്ക് സ്നേഹ വലിക്കരോട് വലിക്ക് പട വലി ആലി വലി വലിക്കടി. ഗൈസ്, ഞങ്ങൾ തോറ്റു. അതിൻ്റെ ദേഷ്യമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. KCMകാരുടെ കൂടെ ജയിക്കില്ലെന്നറിയായിരുന്നു, എന്നാലും തോറ്റപ്പോൾ സങ്കടം. നമ്മുടെ KCM ചേട്ടന്മാരുടെ വടംവലി മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ മൊത്തത്തിൽ 4 ടീം ഉണ്ടായിരുന്നു. അപ്പോൾ 2 റൗണ്ടായിട്ട് കണ്ടക്ട് ചെയ്തു. അപ്പോൾ 2ലും ജയിച്ച ആൾക്കാർ തമ്മിലായിരുന്നു ഫൈനൽസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഉറിയടി മത്സരമായിരുന്നു. പിന്നെ ഏറ്റവും അവസാനം സമ്മാന വിതരണമായിരുന്നു. അപ്പോൾ നമ്മൾ സമ്മാനമൊക്കെ മേടിച്ച് ഒരു പായസമൊക്കെ കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.